മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം, ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 2, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ ഈശോയെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധ്യ പുരുഷന്മാരുണ്ടായിരിക്കും. അവരെ സ്വന്തം ജീവിതത്തിന് മാതൃകയായി കാണുന്നു. നമ്മുടെ സ്വഭാവം നമ്മുടെ ആരാധ്യ പുരുഷന്മാരുടേതിനോട് സാമ്യമുള്ളതായി തീരുന്നു. ആത്മീയമായും മാനസികമായും വളരുന്നതനുസരിച്ച് നമ്മുടെ ആരാധ്യ പുരുഷന്മാരും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആരാധ്യ പുരുഷന്മാർ മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. ബാല്യകാലത്ത് ഒഴുക്കുള്ള ആറ്റിൽ നീന്തുന്നവരെയും കളികളിൽ വിദഗ്ധന്മാരെയും ആറ്റിൽ നീന്തുന്നവരെയും ബഹുമാനിക്കും. കാലാന്തരത്തിൽ ചിത്രകാരന്മാരെയും മധുരമായി പാടുന്നവരെയും ബഹുമാനിക്കും. ക്രമേണ സ്വഭാവശ്രേഷ്ഠതയെ ബഹുമാനിക്കുവാൻ തുടങ്ങും. ചിലർ ധനവാന്മാരെ ആയിരിക്കും ബഹുമാനിക്കുന്നത്. ഏറ്റവും നല്ല മാതൃകയാണ് ഈശോ മിശിഹ. നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായി ഈശോയെ അംഗീകരിക്കുന്നതോടെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിനും ഉതകുന്ന ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു വൈദികന്റെ സ്വന്തം അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ബാല്യകാലത്ത് ചില മിഷണറിമാരുടെ ജീവിതം തന്നെ ആകർഷിച്ചു. ഹെൻറി മാർട്ടിൻ, ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നിവരുടെ ജീവിതം താൻ മാതൃകയെ അംഗീകരിച്ചു. പിന്നീട് അവർ ആരാധിക്കുന്ന ഈശോയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. പരദേശി മോക്ഷയാത്രയിലെ ക്രിസ്ത്യാനിയെപ്പറ്റി വലിയ മതിപ്പ് തോന്നി. ക്രൈസ്തവ ജീവിതം നയിക്കുമെന്ന് നിശ്ചയിച്ചു. സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഈശോയെപ്പറ്റി അറിയുവാൻ സാധിച്ചു. അപ്പോൾ മുതലൊരു പുതിയ അനുഭവമുണ്ടായി. ഈശോ മിശിഹായിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നാം ശരിയായ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു. ഈശോയോട് മാത്രം നമ്മെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചാൽ നാം പൂർണ്ണതയിലേക്ക് വളരുന്നവരായിരിക്കും. നാം അംഗീകരിക്കുന്ന മാതൃക നമ്മെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.